മുംബൈയിൽ നിന്ന് ഡൽഹിയിലേക്ക് പോകുന്ന ട്രെയിൻ. സോനു എന്ന പേരുള്ള ടി ടിക്കറ്റ് ചെക്ക് ചെയ്തുകൊണ്ട് ഫസ്റ്റ് ക്ലാസ്സിൽ എത്തിച്ചേർന്നു. അയാൾ അവിടെ 3 പേരെ കണ്ടു. അവരുടെ 3 പേരുടെയും ID ചെക്ക് ചെയ്തു. ഒന്ന് ഫേക്കാണ്. ലോജിക്കൽ ആർമി, എന്താ താങ്കൾക്ക് പറയാൻ പറ്റുമോ ഏതാണ് ഫേക്ക് എന്ന്? ചിന്തിക്കൂ. രണ്ടാമത്തെ ID കാർഡിലെ ഡേറ്റ് ഓഫ് ബർത്ത് നോക്കൂ. നവംബർ 31 എഴുതിയിട്ടുണ്ട്. നവംബർ മാസത്തിൽ 30 ദിവസം മാത്രമേ ഉള്ളൂ. ഇതിനർത്ഥം ഈ ID കാർഡ് ഫേക്കാണ്. അയാൾ കോച്ച് നമ്പർ 6ലേക്ക് പോകുന്നത് സോനു കണ്ടു. സോനു അയാളെ പരതിക്കൊണ്ട് കോച്ച് നമ്പർ 6ലേക്ക് പോകുന്നു. അവിടെ എത്തി അയാൾ പേടിച്ചു വിറയ്ക്കുന്നു. നിങ്ങൾക്ക് പറയാൻ പറ്റുമോ ലോജിക്കൽ ആർമി, എന്ത് കണ്ടിട്ടാണ് സോനു പേടിച്ചതെന്ന്? ചിന്തിക്കൂ ലോജിക്കൽ ആർമി. ആ കോച്ചിൽ ആരും ഉണ്ടായിരുന്നില്ല. അയാൾ 6ാം നമ്പർ കോച്ചിലേക്കാണ് കയറിയത്. പക്ഷേ അയാളെ കാണാനില്ല. ഈ കോച്ചിന്റെ ചുവരിലേക്ക് നോക്കൂ. ഈ കാലടയാളങ്ങൾ എവിടെ നിന്ന് വന്നു? കാൽപ്പാടുകൾ കണ്ട സോനു അവിടെ നിന്ന് പേടിച്ച് പുറത്തേക്ക് ഓടി. എന്നിട്ട് പെട്ടെന്ന് ഫോൺ എടുത്ത് യഷിനെ വിളിച്ചു. എന്നിട്ട് കാര്യം പറഞ്ഞു. യഷ് പെട്ടെന്ന് തന്നെ തന്റെ ഗണ്ണെടുത്ത് ട്രെയിനിനടുത്തെത്താൻ തന്റെ ബൈക്കിൽ പുറപ്പെട്ടു. കുറച്ചു ദൂരമെത്തിയപ്പോൾ യഷ് 3 വഴികൾ കാണുന്നു. യഷ് ഇതിൽ ഏത് വഴി സ്വീകരിക്കും? ചിന്തിക്കൂ ലോജിക്കൽ ആർമി. യഷിന് അറിയാമായിരുന്നു ട്രെയിൻ മുംബൈയിൽ നിന്നും ഡൽഹിയിലേക്കാണ് പോകുന്നതെന്ന്. പാളത്തിലൂടെ സ്റ്റേഷനിലേക്ക് പോകുന്നതാണ് ഉചിതമെന്ന് യഷിന് തോന്നി. യഷ് അങ്ങനെ തന്നെ ചെയ്തു. അയാൾ സ്റ്റേഷനിലെത്തി. യഷിന്റെ വാച്ചിൽ ശബ്ദം പുറപ്പെട്ടു. സീൻ നോക്കി പറയാമോ ഗോസ്റ്റ് എവിടെയാണെന്ന്? ചിന്തിക്കൂ ലോജിക്കൽ ആർമി. കൂലിയെ ശ്രദ്ധിച്ചു നോക്കൂ. അവന് നിഴലില്ല. അപ്പോൾ അവൻ ഗോസ്റ്റാണ്. യഷ് തന്റെ ഗണ്ണെടുത്ത് ഗോസ്റ്റിനെ പിടിക്കുന്നു. ഗോസ്റ്റിനെ കണ്ടെങ്കിൽ ലൈക്ക് ചെയ്യൂ. ട്രെയിൻ വന്നു. യഷ് ട്രെയിനിൽ കയറി സോനുവിനെ കണ്ടു. സോനു യഷിനോടൊപ്പം കോച്ച് നമ്പർ 6ലേക്ക് പോയി. കോച്ച് നമ്പർ 6ലെത്തിയിട്ടും യഷിന്റെ വാച്ചിൽ സൗണ്ട് വന്നില്ല. അവൻ വേറൊരു കോച്ചിലേക്ക് പോയെന്നാ തോന്നുന്നത്. ലോജിക്കൽ ആർമി, ട്രെയിനിൽ 2 വഴികളുണ്ട്. ഒന്ന് ഇടത്തോട്ടും ഒന്ന് വലത്തോട്ടും. യഷ് ഏത് വഴിയാണ് തിരഞ്ഞെടുക്കുക? ചിന്തിക്കൂ ലോജിക്കൽ ആർമി. യഷ് ചുമരിലെ അടയാളം നോക്കി. അത് ഇടത്തോട്ടാണ് പോയിരിക്കുന്നത്. ഇതിനർത്ഥം ഇടതുഭാഗത്ത് ഗോസ്റ്റ് ഉണ്ടെന്നാണ്. യഷ് ട്രെയിനിന്റെ ഉള്ളിൽ വിരലടയാളമുള്ള ഭാഗത്തേക്ക് നടന്നു. പെട്ടെന്ന് യഷിന്റെ വാച്ചിൽ ശബ്ദം പുറപ്പെട്ടു. അവിടെ കുറച്ചുപേർ ഇരിക്കുന്നുണ്ടായിരുന്നു. ലോജിക്കൽ ആർമി, ഭൂതം എവിടെയാണ് ഒളിച്ചിരിക്കുന്നുണ്ടാവുക? ചിന്തിക്കൂ. സീൻ നോക്കൂ. എല്ലാവരുടെയും കാലുകൾ ഒരേ ദിശയിലാണ്. പക്ഷേ ഇവന്റെ കാലുകൾ മാത്രം തിരിഞ്ഞിരിക്കുന്നു. യഷ് മനസ്സിലാക്കി ഇവൻ തന്നെ ഗോസ്റ്റ് എന്ന്. യഷ് തന്റെ ഗൺ പുറത്തെടുത്തു. അപ്പോൾ തന്നെ കറണ്ടും പോയി. അപ്പോൾ തന്നെ കറണ്ട് വരികയും ചെയ്തു. പക്ഷേ ആ ഗോസ്റ്റ് അവിടെ ഉണ്ടായിരുന്നില്ല. യഷിന്റെ വാച്ചിൽ സിഗ്നൽ വന്നു. വാച്ചിലെ സിഗ്നൽ ഫോളോ ചെയ്ത് യഷ് അടുക്കളയിലും എത്തി. അവിടെ 3 ഷെഫുകൾ ഉണ്ടായിരുന്നു. അവർ ആഹാരം ഉണ്ടാക്കുകയായിരുന്നു. യഷ് മനസ്സിലാക്കി ഗോസ്റ്റ് എവിടെയോ ഒളിച്ചിരിക്കുന്നുണ്ടെന്ന്. ലോജിക്കൽ ആർമി, ഗോസ്റ്റ് എവിടെയായിരിക്കും ഒളിച്ചിരിക്കുന്നുണ്ടാകുക? ചിന്തിക്കൂ. ഒന്നാമത്തെ ഷെഫിനെ ശ്രദ്ധിക്കൂ. അയാൾ പാത്രത്തിൽ തന്റെ കൈ കൊണ്ടാണ് ഇളക്കുന്നത്. പാത്രം നോക്കൂ എത്ര ചൂടുള്ളതാണെന്ന്. അതിൽ നിന്ന് പുക വരുന്നുണ്ട്. യഷ് തന്റെ ഗൺ പുറത്തെടുത്തു. ആ ഗോസ്റ്റ് ഉടനെ ആ ചൂടുള്ള പാത്രം യഷിന്റെ നേരെ എറിഞ്ഞു. യഷ് എങ്ങനെയോ രക്ഷപ്പെട്ടു. പെട്ടെന്ന് ഗോസ്റ്റ് തന്റെ വേഷത്തിൽ അടുക്കളയുടെ ജനലിലൂടെ പുറത്തേക്ക് ട്രെയിനിന്റെ മുകളിലേക്ക് പോയി. ആ ഭൂതം ട്രെയിനിന്റെ മുകളിലെത്തി. ഇനിയിപ്പോ എങ്ങനെ അതിനെ പിടിക്കും? യഷിന്റെ വാച്ചിൽ ട്രെയിനിന്റെ മുകളിലത്തെ സിഗ്നൽ വന്നു. ആ ഭൂതം ട്രെയിനിന്റെ മുകളിലൂടെ നടന്നു. യഷ് ട്രെയിനിന്റെ ഉള്ളിലൂടെ ഭൂതത്തിന് പിന്നാലെയും നടന്നു. ലോജിക്കൽ ആർമി, ഭൂതത്തിന്റെ അടുത്തെത്താൻ യഷ് എന്ത് ചെയ്യും? ചിന്തിക്കൂ ലോജിക്കൽ ആർമി. യഷ് ട്രെയിനിന്റെ ചെയിൻ കണ്ടു. യഷ് ചെയിൻ വലിച്ച് ട്രെയിൻ നിർത്തിച്ചു. എന്നിട്ട് വേഗം ട്രെയിനിന്റെ മുകളിലേക്ക് ചാടിക്കയറി. ട്രെയിനിന്റെ മുകളിലെത്തിയതും യഷ് വെടിയുണ്ടയെടുത്ത് ഭൂതത്തിന് നേരെ എറിഞ്ഞു. ഭൂതം അതിൽ നിന്നും ഒഴിഞ്ഞു മാറി. പെട്ടെന്ന് ട്രെയിൻ ഓടിത്തുടങ്ങി. അതോടൊപ്പം യഷിന്റെ ഗണ്ണും താഴേക്ക് വീണു. ഗൺ ആദ്യം എടുക്കാനായി ഗോസ്റ്റ് ട്രെയിനിന്റെ താഴേക്ക് ചാടി. പക്ഷേ ഒരു ഗണ്ണിന് പകരം 2 എണ്ണം.
ഈ ഗോസ്റ്റ് എന്താ മാജിക്കുകാരനാണോ? എന്റെ ഒരു ഗണ്ണിന് പകരം 2 എണ്ണം. 2 ഗൺ വേറെ വേറെ ദിശയിലേക്ക് കറങ്ങാൻ തുടങ്ങി. ഈ 2-ൽ ഏതായിരിക്കും ഏഷ്യന്റെ യഥാർത്ഥ ഗൺ? ഏതായിരിക്കും തെറ്റായ ഗൺ? ചിന്തിക്കൂ ലോജിക്കൽ ആർമി. ശ്രദ്ധിച്ചു നോക്കൂ. ഇവിടെ യേഷ് ആദ്യമേ തന്നെ ഒരു ഭൂതത്തെ പിടിച്ചിരുന്നു. അത് തന്റെ ബാഗിലും ആക്കിയിരുന്നു. ഇവിടെ എ എന്ന ബാഗിലാണ് ആ ഭൂതമുള്ളത്. അപ്പോൾ യേഷിന് മനസ്സിലായി എ ആണ് യഥാർത്ഥ ഗണ്ണെന്ന്. യഷ് ഗൺ കൈക്കലാക്കിക്കൊണ്ട് ട്രെയിനകത്തേക്ക് കുതിച്ചു. ഈ ഗോസ്റ്റ് എവിടെ പോയി? അവനെ പിടിക്കാൻ പറ്റിയില്ലല്ലോ. ഇനി ഇതിനെ എവിടെ പോയി കണ്ടുപിടിക്കും? യേഷിന്റെ വാച്ചിൽ പെട്ടെന്ന് സിഗ്നൽ വന്നു. സിഗ്നൽ ഫോളോ ചെയ്ത് അവൻ സ്റ്റോർ റൂമിലെത്തി. സ്റ്റോർ റൂമിന്റെ വാതിൽ പൂട്ടിയിരിക്കുന്നു. വാതിലിൽ കുറച്ച് ആന്റിക് ഡിസൈൻ ഉണ്ടായിരുന്നു. ഇതിലൊരെണ്ണം പ്രസ് ചെയ്താൽ ഡോർ ഓപ്പൺ ആകും. ഇതിലേത് പ്രസ് ചെയ്താൽ വാതിൽ തുറക്കും? ലോജിക്കൽ ആർമി, ഇനി എന്ത് ചെയ്യും? ചിന്തിക്കൂ. ബാക്കിയെല്ലാം സർക്കിൾ ഡിസൈനാണ്. ഒന്ന് മാത്രം സ്റ്റാർ ഡിസൈൻ. യേഷ് സ്റ്റാർ ഡിസൈൻ പ്രസ് ചെയ്തു. സ്റ്റോറിന്റെ വാതിൽ തുറന്നു. യേഷ് സ്റ്റോർ റൂമിലേക്ക് കയറി. യേഷിന്റെ വാച്ചിൽ സൗണ്ട് വന്നു. പക്ഷേ ഗോസ്റ്റ് എവിടെ? യേഷിന് ഒന്നും മനസ്സിലാകുന്നുണ്ടായിരുന്നില്ല. യേഷ് അവിടെ ഒരു മരപ്പെട്ടി കണ്ടു. പക്ഷേ അത് ലോക്കുമായിരുന്നു. അവിടേക്ക് വന്ന സോനു പറഞ്ഞു അതിന്റെ കീ അവന്റെ ഓഫീസിലുണ്ടെന്ന്. ഞാൻ അത് എടുത്തിട്ട് വരാം എന്നും പറഞ്ഞ് സോനു അവിടെ നിന്നും പോയി. അല്പസമയത്തിന് ശേഷം സോനു തിരികെയും വന്നു. ഇത്തവണ അവന്റെ കയ്യിൽ കീയുമുണ്ടായിരുന്നു. പക്ഷേ യേഷിന് മനസ്സിലായി അത് സോനു അല്ലെന്ന്. എന്താ ലോജിക്കൽ ആർമി യേഷിന് അങ്ങനെ തോന്നാൻ കാരണം? സോനുവിന്റെ വേഷം നോക്കൂ. ആദ്യം കണ്ട വേഷമല്ല ഇത്. പെട്ടെന്ന് ഗോസ്റ്റ് തന്റെ യഥാർത്ഥ രൂപത്തിലായി. ഗോസ്റ്റിനെ പിടിക്കാൻ യേഷ് തന്റെ ഗൺ പുറത്തെടുത്തു. ഗോസ്റ്റ് തന്റെ ശക്തി കൊണ്ട് യേഷിനെ ചുമരിൽ കെട്ടിയിട്ടു. യേഷ് ഗോസ്റ്റിനോട് ചോദിച്ചു, എന്തിനാണ് താങ്കൾക്ക് സോനുവിനോട് ഇത്ര ദേഷ്യം? അയാൾ നിങ്ങളോട് എന്ത് ചെയ്തു? അപ്പോൾ ഗോസ്റ്റ് തന്റെ കഥ പറഞ്ഞു തുടങ്ങി. ഒരിക്കൽ ട്രെയിനിൽ നിന്ന് തന്റെ പേഴ്സ് കളവ് പോയി. ടി ടിക്കറ്റ് ചോദിച്ചപ്പോൾ പേഴ്സ് കളവ് പോയെന്നും ടിക്കറ്റ് പേഴ്സിലാണെന്നും പറഞ്ഞു. അതൊന്നും കേൾക്കാതെ ടി അവനെ പുറത്തേക്ക് തള്ളിയിട്ടു. അവൻ അങ്ങനെ മരിച്ചു. ഗോസ്റ്റ് പറഞ്ഞു, അതുകൊണ്ട് എല്ലാ ടികളോടും എനിക്ക് വലിയ ദേഷ്യമാണ്. അവരെ ഞാൻ കൊല്ലും. യേഷ് തന്റെ പോക്കറ്റിൽ നിന്ന് വെടിയുണ്ടയെടുത്ത് ഗോസ്റ്റിന് നേരെ എറിഞ്ഞു. ഗോസ്റ്റ് ഡിസ്റ്റർബായി. യേഷ് ചുമരിൽ നിന്ന് താഴേക്കിറങ്ങി. വേഗം യേഷ് തന്റെ ഗണ്ണെടുത്ത് ഗോസ്റ്റിനെ പിടിച്ചു. എന്നിട്ട് യേഷ് പറഞ്ഞു, ഒരു ടി അങ്ങനെ ചെയ്തു എന്ന് വിചാരിച്ച് എല്ലാ ടിമാരും അങ്ങനെയല്ല. വരൂ, നമുക്ക് നമ്മുടെ ഭൂതിസ്ഥാനിലേക്ക് പോവാം. യേഷ് ഗോസ്റ്റിനെയും കൊണ്ട് ഭൂതിസ്ഥാനിലേക്ക് പോയി. എന്നിട്ട് സമാധാനത്തോടെ കിടന്നുറങ്ങി.